സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം. എൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന് പറയുന്നവർ കരമുയർത്താമോ? ഓക്കെ. എനിക്ക് കുറച്ചാണെങ്കിലും ഒരു സമ്പാദ്യമൊക്കെ ഉണ്ട് എന്ന് പറയുന്നവർ കരമുയർത്താമോ? എനിക്ക് സമ്പാദ്യമൊന്നുമില്ല, എന്നാൽ എൻ്റെ ഭർത്താവ് പണം കൊണ്ടുവന്ന് എൻ്റെ കയ്യിലേൽപ്പിക്കും എന്ന് പറയുന്നവരും കരമുയർത്തുക. അതും നിന്റെ സമ്പാദ്യമല്ലേ. എനിക്ക് വരുമാനമില്ലെങ്കിലും എൻ്റെ പിതാവ് എന്നെ സഹായിക്കാറുണ്ട് എന്ന് പറയുന്നവരും കരമുയർത്തുക. ആരും സഹായിക്കാതെ എങ്ങനെയാണ് ജീവിക്കുവാൻ കഴിയുന്നത്? ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ പണം കൈകാര്യം ചെയ്യണം. പണത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെയത് കൈകാര്യം ചെയ്യണം, എങ്ങനെയത് ഉപയോഗിക്കണം, എങ്ങനെയത് വർദ്ധിപ്പിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണമെന്ന്, എങ്ങനെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പണത്തിൻ്റെ കാര്യങ്ങളിൽ ഞാനെല്ലാം കൈകാര്യം ചെയ്ത് ജീവിക്കണമെന്ന് എനിക്ക് അറിയണമെന്നുണ്ട് എന്ന് പറയുന്നവർ മാത്രം ഹല്ലേലൂയ പറയുക. എന്തിനാണ് ഹല്ലേലൂയ പറയുന്നത്? ഇന്ന് ഹല്ലേലൂയ പറയുന്നത് മാത്രം കേൾക്കും, അത് കേട്ട് പറയും. എന്തുകൊണ്ട് പറയുന്നു എന്നൊന്നും കേൾക്കത്തില്ല. എന്തുകൊണ്ടാണ്? എന്താണ്? ശരി, ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. ഇപ്പോൾ പണം എല്ലാ സമയത്തും നിങ്ങളോട് കൂടെ ഇരിക്കില്ല. നിങ്ങൾ വാടകയ്ക്ക് ഒരു മുറിയെടുത്താൽ ആ മുറി നിങ്ങളുടെ സ്വന്തമാണോ? വാടകയ്ക്ക് ഒരു കടയെടുത്താൽ അത് നിങ്ങൾക്ക് സ്വന്തമാണോ? നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു ബൈക്ക് തന്നു എന്നിരിക്കട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ കരങ്ങളിൽ വരുന്നതായ പണവും അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ, കുറച്ച് കാലത്തേക്ക് മാത്രമേ കാണുകയുള്ളൂ. അല്ലാതെ മരിക്കുന്നവരത്തെ കാണുമോ? ഇല്ല. ഈ പണം ഏതു സമയത്തും എന്നോട് കൂടെ കാണുകയില്ല. ഇതെന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതല്ല. ഞാൻ മരിക്കുന്നതായ സമയത്ത് ഇത് എൻ്റെ കൂടെ വരില്ല എന്ന് നീ ഓർക്കണം. അപ്പോൾ മരണശേഷം നിന്റെ പണമൊക്കെ സമ്പാദിച്ചു വെച്ചത് എവിടെ പോകും? ചിന്തിച്ചു നോക്കുക. നീ പണം സ്വരുക്കൂട്ടി വെച്ചല്ലോ, അതെല്ലാം നീ മരിക്കുമ്പോൾ എവിടെ പോകും? പെട്ടെന്ന് പറയണ്ട, പതിയെ ആലോചിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് സമയമുണ്ടല്ലോ, പറയുക. എന്തു സംഭവിക്കും? ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് കൊടുത്തില്ല, ഭാര്യയോടും പറഞ്ഞിട്ടില്ല, എവിടെയൊക്കെ ചിട്ടി കൊടുത്തുവെന്ന് ഭർത്താവിനും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി മരിക്കുന്നു. അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയതെല്ലാം എവിടെ പോകും? ഞാൻ മരിക്കുകയില്ല, ഞാൻ മരിച്ചു പോവുകയില്ല എന്നാർക്കെങ്കിലും പറയാൻ കഴിയുമോ? എനിക്ക് ആക്സിഡന്റ് പറ്റില്ല, എനിക്ക് അറ്റാക്ക് വരില്ല. എന്താണ്? ഞാൻ പെട്ടെന്ന് മരിക്കുകയില്ല, മരിക്കുന്നതിന് മുൻപ് 6 മാസം മുമ്പ് ദൈവം എനിക്ക് വാണിംഗ് നൽകും, അപ്പോൾ ഞാനതെല്ലാം ചിലവാക്കും എന്ന് ആർക്കെങ്കിലും പറയുവാനായിട്ട് കഴിയുമോ? അതുകൊണ്ട് നീ മാറ്റിവെച്ചതായ പണം ആർക്ക് പോകും? എവിടെ പോകും? ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കുമെന്ന് പറയും. നിങ്ങളുടെ മക്കൾ അടിച്ചു മാറ്റുമോ അതോ അവർ എടുക്കുമോ? മക്കൾ എടുക്കുമോ അതോ കലഹിക്കുമോ? 4 മക്കളുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന പണത്തിന് വേണ്ടി എന്താണ് അവർ ചെയ്യുന്നത്? അവർ പരസ്പരം കലഹിക്കുകയില്ലേ? ആരും അറിയാതെ എടുക്കുവാൻ ശ്രമിക്കുകയില്ലേ? എന്താണ് ചെയ്യുന്നത്? നടക്കില്ലേ അങ്ങനെ? എന്താണെന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് പണം ഒളിച്ചു വയ്ക്കുവാൻ, രഹസ്യമായിട്ട് ഒളിച്ചു വയ്ക്കേണ്ടതായ ആവശ്യം നമുക്കില്ല. അതാണ് മനസ്സിലാക്കണം. എന്താണ് ഒന്നാമത്തെ കാര്യം? പണം നിന്റേതല്ല, നിന്നോട് കൂടെ ഇരിക്കില്ല. അത് ആരുടേതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിൽ തുറന്നു നോക്കുക. നമ്മുടെ രാജ്യത്ത് പുതിയ പുതിയ നിയമങ്ങളാണ് വരുന്നത്. നാളെ എപ്പോഴെങ്കിലും പറയുകയാണ് ഗവൺമെന്റിന്റെ പണമാണെങ്കിൽ അത് ഗവൺമെന്റിന്റെ തന്നെയാണ്. അങ്ങനെയുള്ള പുതിയൊരു നിയമം വരികയാണ് എന്നിരിക്കട്ടെ. അന്ന് 1000 രൂപയുടെ നോട്ട് നിരോധിച്ച സമയത്ത് എന്താണ് ചെയ്തത്? ആളുകൾ കുറെ പേർ കൊണ്ട് കളയുവാനിടയായി. അങ്ങനെ ഒരു പുതിയ നിയമം വരികയാണെങ്കിൽ എന്തു ചെയ്യും? എന്താണ് സംഭവിക്കുന്നത്? പറയുക, മറുപടി പറയുക. ഭയം വരികയാണ്. എന്താണ് സംസാരിക്കേണ്ടതെന്നാണോ? പണം ഒളിപ്പിച്ചു വെച്ചതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത് എന്നാണ് പറയുന്നത്. പറയാം. ഒരു കാര്യം ആദ്യം ഓർക്കുക, നിങ്ങളുടെ പണം നിങ്ങളുടേത് അല്ല. രണ്ടാമതായിട്ട്, പണം നിന്റെ കയ്യിൽ വരുന്ന സമയത്ത് ദൈവത്തെ സ്തുതിക്കുക, സന്തോഷിക്കുക. ആരിൽ കൂടി പണം ലഭിച്ചാലും
ഏത് കമ്പനിയിൽ കൂടി നിനക്ക് ലഭിച്ചാലും, ആരെങ്കിലും നിനക്ക് ഗിഫ്റ്റ് നൽകിയാലും, നിന്റെ സാലറി ലഭിച്ചാലും, നീ ആരിൽ കൂടി ലഭിച്ചാലും എന്താണ് ചെയ്തത്, അതിനെക്കുറിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷിക്കുക. ഒരുപക്ഷെ ഇവിടെ പണം എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരിക്കും? നിങ്ങൾ വാങ്ങിയ പണത്തിലായിരിക്കുമോ, അതോ അവിടെ വെച്ചിരിക്കുന്ന പണക്കെട്ടിൽ ആയിരിക്കുമോ? ഒരു കെട്ട് നോട്ട് അവിടെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു നോട്ട് മാത്രം തന്നാൽ നിങ്ങളുടെ നോട്ടം എങ്ങനെയായിരിക്കും? എന്താണ്? അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പണം നൽകുന്ന സമയത്ത് മറ്റൊരാൾക്ക് കൊടുത്തെന്ന് വിചാരിക്കുമോ? നിങ്ങളുടെ പണം നോക്കാതെ അടുത്ത വ്യക്തിയുടെ പണമാണ് നോക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത ബുദ്ധി. ഇന്ന് മനുഷ്യർക്കതാണ്. താലന്ത് വാങ്ങിയതായ അവനും അതാണ് തോന്നിയത്. മറ്റവന് 5 കൊടുത്തു, മറ്റവന് 2 കൊടുത്തു. എനിക്ക് 20 നൽകുമെന്നാണ് വിചാരിച്ചത്. 1 തന്നപ്പോൾ മുഖം കറുപ്പിക്കാനിടയായി. എന്താണ്? നിങ്ങൾക്ക് മറ്റുള്ളവർ കിട്ടിയത് നോക്കുന്നത് അനാവശ്യമാണ്. മറ്റുള്ളവർക്ക് എത്ര കിട്ടുന്നു എന്ന് നോക്കി കമ്പയർ ചെയ്യേണ്ടതായ ആവശ്യമില്ല. ചിലർക്ക് കൂടുതൽ കിട്ടും, ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് ദൈവം കൂടുതൽ കൊടുക്കും. താരതമ്യം ചെയ്യാൻ പാടില്ല, അസൂയപ്പെടുവാൻ പാടില്ല. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യരുത്. അവർക്ക് കൂടുതൽ ലഭിക്കുമ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യരുത്. അവരുടേത് ആശിക്കരുത്. ആഹാബ് രാജാവിനെ നോക്കുക. രാജാവാണ്, ഇഷ്ടത്തിന് സമ്പാദ്യമുള്ള വ്യക്തി. എന്നാൽ അടുത്ത് നാബോത്തിന് ചെറിയ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അതുതന്നെ വേണമെന്ന് പറഞ്ഞു. പോട്ടെ, വേണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ പിതാക്കന്മാരുടേതാണ്, ഞങ്ങളിത് വിൽക്കുകയില്ല. ശരി, കൊടുക്കണ്ട, നീ തന്നെ അനുഭവിച്ചെന്ന് പറഞ്ഞുകൂടെ? അത് കേട്ട് മുഖം കറുപ്പിച്ച് കിടക്കുവാനിടയായി. എന്തൊരു അസുഖമാണിത്! അവന് സ്വന്തം ഭവനമില്ലേ? നോക്കണം, രാജാവാണവൻ. അതുപോലെ ഈ ദിവസവും മറ്റുള്ളവർക്ക് എന്ത് ലഭിച്ചാലും നിനക്കെന്താണ് അസൂയ ഉണ്ടാകുന്നത്? അതായത് നിന്റെ മനസ്സെപ്പോഴും പണത്തിന്റെ മേലാണുള്ളത്. ആർക്കെങ്കിലും കൂടുതൽ പണം ലഭിച്ചാൽ അവരോട് അസൂയപ്പെടാനിടയാകും. അങ്ങനെ അസൂയപ്പെടരുത്. നീ ദൈവത്തെ സ്തുതിക്കുക. നിനക്ക് ലഭിച്ചതോർത്ത് തൃപ്തിയോടെ ആയിരിക്കുക. ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റുള്ള ദൈവദാസന്മാരുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാറില്ല. എന്നെക്കാൾ ദീനമായ സ്ഥിതിയിലായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അതുപോലെ എന്നെക്കാൾ ഉയർന്ന സ്ഥിതിയിലായിരിക്കുന്ന ദൈവദാസന്മാരുമുണ്ട്. എന്നേക്കാൾ കൂടുതൽ വലിയ വലിയ സഭകളും അതുപോലെ വാഹനങ്ങളും കൂടുതൽ സമ്പാദ്യവുമുള്ള ഒരുപാട് ദൈവദാസന്മാരുണ്ട്. എനിക്കുള്ള പോലെ ഇല്ലാത്തതായ പാവപ്പെട്ട ഒരുപാട് ദൈവദാസന്മാരുമുണ്ട്. ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പാവപ്പെട്ട ദൈവദാസന്മാർ എൻ്റെ അത്രയും പോലും സമ്പത്ത് അവർക്കില്ലല്ലോ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ചിന്തിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ പോലെ ആകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. അവരെ പോലെ ആകാനായിട്ട് എൻ്റെ തലമുടി പിടിച്ച് ഞാൻ വലിക്കില്ല. നിന്റെ മുടി പിടിച്ച് വലിച്ചാൽ നീ ഉയരുമെന്നാണോ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. എന്താണ്? ഉയർച്ച ഉണ്ടാകുന്നത് ഉയരത്തിൽ നിന്നാണ്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായി, നിനക്കുള്ളത് നിന്റേതല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, നിനക്കുള്ള കാര്യത്തിൽ സംതൃപ്തിയോടെ ആയിരിക്കുക. മൂന്നാമതായി, നിന്റെ കയ്യിൽ വന്നിരിക്കുന്നതായ പണത്തെ എങ്ങനെയത് വർദ്ധിപ്പിക്കണം, എങ്ങനെയത് മൾട്ടിപ്ലൈ ചെയ്യണം, എങ്ങനെയത് കൈകാര്യം ചെയ്യണം, എങ്ങനെയത് ചിലവാക്കണം, ഏത് കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള വിഷയത്തിൽ ശ്രദ്ധിക്കുക. മാസത്തിൽ ഒറ്റയടിക്ക് ശമ്പളം ലഭിക്കുന്ന വ്യക്തികൾക്ക് ആ ശമ്പളം നോക്കുമ്പോൾ എത്ര ദിവസത്തേക്ക് അത് ആവശ്യമാണ്? 30 ദിവസത്തേക്ക് തികയണം. 30 ദിവസത്തേക്ക് തികയേണ്ടതിന് വേണ്ടി ആലോചിച്ചുകൊണ്ട് എനിക്ക് 30,000 രൂപ ലഭിച്ചു എന്നിരിക്കട്ടെ. ഞാൻ ദിവസവും എത്രയാണ് ചിലവഴിക്കേണ്ടത്? 10,000 ആണോ? 10,000 ആണ്. 3 ദിവസം കൊണ്ട് കഴിയും. 4-ാം ദിവസം കടം വാങ്ങേണ്ടി വരും. എത്രയാണ് ദിവസം എത്ര ചിലവഴിക്കണം? അത് കണ്ട് ചിലവഴിക്കണം. ആദ്യത്തെ ആഴ്ചയിൽ ബില്ലുകൾ അടയ്ക്കണം, റെന്റുകൾ കൊടുക്കണം, കറണ്ട് ബില്ല്. അങ്ങനെ 1-ാമത്തെ ആഴ്ചയിൽ 2 ദിവസം കൊണ്ട് ഒരു 10,000 ചിലവാക്കിയാൽ ബാക്കിയുള്ള 22 ദിവസത്തേക്ക് എൻ്റെ പണം ഞാൻ എത്ര ഉണ്ടായിരിക്കണം? 20,000 രൂപ ബാക്കി ഉണ്ടായിരിക്കണം. അതിന് ഉതകുന്നതായ രീതിയിൽ അല്പാൽപമായിട്ട് കുറച്ച് അല്പം കൂടിപ്പോയാൽ അടുത്ത ദിവസം അത് കണ്ട് ചിലവഴിക്കണം. അങ്ങനെ അത് തുലനം ചെയ്തുകൊണ്ട് പോകണം. ഇന്ന് 2,000 രൂപ മടക്കി സാരി വാങ്ങിയെന്നിരിക്കട്ടെ. വീണ്ടും 2,000 രൂപ ബിരിയാണി വാങ്ങാൻ വേണ്ടി ചോദിക്കുകയാണ്. ന്യായമാണോ? 2,000 രൂപയുടെ സാരി വാങ്ങിയല്ലോ, അതുകൊണ്ട് ഒരു നേരം പച്ചക്കറി കൂട്ടി കഴിച്ചുകൂടെ? ഈ മാസം മകന് സ്കൂളിൽ ഫീസ് കൊടുക്കാനിടയായി. എടാ, ഈ മാസം ഫീസ് കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഐസ്ക്രീം വാങ്ങാൻ എൻ്റെ കയ്യിൽ പണമില്ല, നൽകില്ല എന്ന് പറഞ്ഞുകൂടെ? അത് പറ്റില്ല. ഫീസ് കൊടുക്കണം, പിന്നെ ഓട്ടോയിൽ കയറ്റി അവിടെ വിടണം, എന്നിട്ട് പോക്കറ്റ് മണി കൊടുക്കണം, എന്നിട്ട് ഭക്ഷണമെല്ലാം കൊണ്ട് കൊടുക്കണം. അവസാനം എന്താണ് സംഭവിക്കുന്നത്?
കടമുള്ളവരൊക്കെ കരങ്ങൾ ഉയർത്താമോ? സഹോദരി, നിങ്ങളുടെ ഭർത്താവിന് കടമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കടമാണ്. അദ്ദേഹം മരിച്ചുപോയാൽ നിങ്ങൾ തന്നെ അത് അടയ്ക്കേണ്ടതായിട്ട് വരും. എൻ്റെ അടുക്കൽ വന്നിട്ട് അനേകർ പരാതിപ്പെടുന്നുണ്ട്. എൻ്റെ ഭർത്താവ് പണം അടയ്ക്കുവാൻ, കടം കൊടുക്കുവാൻ കഴിയാതെ 2 മക്കളെയും എന്നെ ഏൽപ്പിച്ചിട്ട് ആത്മഹത്യ ചെയ്യുവാനിടയായി. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുമ്പോൾ കടക്കാർ വന്നിട്ട് വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറയുവാനിടയായി, ഭർത്താവ് കടം വരുത്തി വെച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം പോകാനിടയായി. ഇപ്പോൾ ഞാൻ കടം വീട്ടണമോ, മക്കളെ വളർത്തണമോ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കണമോ, എന്തു ചെയ്യണമെന്ന് എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കരങ്ങൾ ഉയർത്തുക. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് കടം വാങ്ങാൻ നിർബന്ധിക്കരുത്. വാങ്ങിക്കോ, ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ എന്നൊരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ അദ്ദേഹം ഒരിക്കലും മുമ്പോട്ട് പോകില്ല. നിങ്ങൾ ആക്സിലേറ്റർ കൂട്ടുകയാണ്. അപ്പോൾ ഡ്രെന്നും പറഞ്ഞ് കടം കയറാനിടയാകും. കരങ്ങൾ ഉയർത്തുക. കടങ്ങളുള്ള എല്ലാവരും നല്ലതായിട്ട് ഉയർത്തുക. ഇന്നു മുതൽ കടം വാങ്ങില്ല എന്ന തീരുമാനമെടുക്കുക. നിങ്ങൾ പണം ശരിയായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് കടം ഉണ്ടാകുന്നത്. നിങ്ങളുടെ വരുമാനത്തിൽ കവിഞ്ഞ് നിങ്ങൾ ചിലവഴിക്കുന്നു. നിങ്ങളുടെ വരുമാനത്തിൽ കവിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു. വിജയവാഡയിൽ വെച്ചൊരു സഹോദരിയെ കാണുവാനിടയായി. വന്നു പറഞ്ഞു, കടമുണ്ട്. അവരുടെ മുഖത്ത് രക്തമയം പോലുമില്ല. വളരെ ദുഃഖത്തോടെ പറയുന്നു. വളരെ നിരാശയോട് കടബാധ്യതയാണെന്ന് പറയുന്നു. ഒരിക്കൽ ഞാൻ ചോദിച്ചു, എത്ര കടമുണ്ട് എന്ന്. 5 ലക്ഷമാണെന്ന് പറഞ്ഞു. എന്താണ് ചെയ്യുന്നത്? ചെറിയൊരു ജോലി ചെയ്യുന്നു. എത്രയുണ്ട് ശമ്പളം? 10,000 രൂപയെന്ന് പറഞ്ഞു. 10,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ 5 ലക്ഷം രൂപയുടെ കടം വീട്ടുവാൻ കഴിയും? എന്തുകൊണ്ടാണ് കടം വാങ്ങിയത് എന്ന് ഞാൻ ചോദിക്കുവാൻ ഇടയായി. അനുജത്തിയെ കെട്ടിച്ചുവിടാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് നിങ്ങൾ ഇതുപോലെ എന്നോട് വന്ന് ചോദിക്കുകയായിരുന്നെങ്കിൽ, അനുജത്തിയുടെ വിവാഹകാര്യമാണ്, എന്ത് ചെയ്യണമെന്ന് പറയാമായിരുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എത്ര വർഷമായെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, 2 വർഷമായി വിവാഹം കഴിഞ്ഞിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ട് 5 ലക്ഷം രൂപയുടെ പലിശ മാസം അടയ്ക്കുന്നു. മുതൽ ഒട്ടും അടയ്ക്കുവാൻ കഴിയുന്നില്ല. പലിശ മാത്രം അടയ്ക്കുവാൻ പോലും കഴിയുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഇത് അജ്ഞാനമാണോ, ജ്ഞാനമാണോ? പണമില്ലാതിരിക്കുമ്പോൾ നാട്ടുകാരെ എല്ലാം വിളിച്ച് ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? 10 പേരെ വിളിച്ചാൽ മാത്രം പോരെ നിന്റെ വിവാഹത്തിന്? അല്ലെങ്കിൽ ഇന്ന് സാരി നോക്കിയാൽ പട്ടുസാരി പോലും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. 10,000 രൂപയുടെ സാരിക്ക് തക്കവണ്ണം അതിന് തിളക്കമുണ്ടാകും. അങ്ങനെയുള്ള പട്ടുസാരി നീ ഉടുത്താൽ പോരെ? എന്തുകൊണ്ട് 20,000 രൂപയുടെ സാരി വാങ്ങിക്കുന്നു? അതുപോലെ ആഭരണങ്ങളുടെ കാര്യങ്ങളും അതാണ്. 100-200 രൂപയ്ക്കൊക്കെ ലഭിക്കാനിടയാകും. ഒരാൾ പറയാറുണ്ടായി, 2 കോടി രൂപയാണ് ഡയമണ്ട് നെക്ലേസിന്. എന്തിനാണ്? 2 കോടിയുടെ ആവശ്യമില്ല, 200 രൂപ കൊടുത്താൽ മതി. ലൈറ്റിട്ടാൽ അതിനേക്കാൾ തകടകടാന്ന് വെട്ടിത്തിളങ്ങും. അത് വിവാഹ ദിവസം മാത്രമല്ല ഇത് ധരിക്കുന്നത്, എല്ലാ ദിവസവും ധരിക്കില്ലല്ലോ. എന്തിനു വേണ്ടിയാണ്? അതിനുവേണ്ടി എന്തുകൊണ്ടാണ് ഈ ആഡംബരങ്ങൾ കാണിക്കുന്നത്? അതിനുവേണ്ടി അനാവശ്യമായ ചിലവുകൾ വരുത്തിവെക്കുന്നു. അറിവില്ലായ്മ. എന്താണ്? പണം കൈകാര്യം ചെയ്യുന്നതിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തി പണത്തിന്റെ മോഹത്തിൽ വീഴില്ല. തന്മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ വീഴില്ല. പ്രശ്നങ്ങളിൽ അകപ്പെടില്ല. പ്രതികൂലത്തിൽ പെടില്ല. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ പാദപീഠത്തിലേക്ക് വരികയാണ്. നിന്റെ വിശുദ്ധ രക്തത്തെ ഞങ്ങളിലേക്ക് നീ ഒഴുക്കുമാറാകണമേ. ഈ സമയത്ത് ഞങ്ങളുടെ പണം എങ്ങനെ ചിലവഴിക്കണമെന്ന്, പണത്തിനെ എങ്ങനെ പ്രയോജനകരമായി തീർക്കണമെന്ന് ലോകക്കാർ എല്ലാവരും ഈ കാലത്ത് പണം 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 എന്ന് പറഞ്ഞ് നടക്കുന്നു. ഞങ്ങൾക്കും അതേ ആഗ്രഹവും അതേ ഇഷ്ടവും ഞങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുമാറാകണമേ. സ്വർഗത്തിൽ ഞങ്ങളുടെ നിക്ഷേപം സ്വരുക്കൂട്ടുവാനായി കർത്താവ് നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങളിൽ, സ്വർഗീയ അനുഗ്രഹങ്ങളിൽ കണ്ണുവയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് നൽകുന്ന സ്വർഗരാജ്യത്തിൻ്റെ മേൽ ദൃഷ്ടിവെക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ ലോകത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായ ദൈവമാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദൈവമാകുന്നല്ലോ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ ചെയ്തു തരുന്നുവല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് നൽകുന്ന ദൈവമാകുന്നല്ലോ. അതിനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. എനിക്കത് ലഭിച്ചു, അതെനിക്ക് മതി എന്നുള്ള വിശ്വാസം, തൃപ്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, നിന്നെ മാറ്റി നിർത്തുവാൻ ഒരിക്കലും ഞങ്ങളെ ഇടയാക്കരുതേ അപ്പാ. മനുഷ്യരെയെല്ലാം അകറ്റി നിർത്തി ലോകത്തിൽ എന്തോ സമ്പാദിക്കാൻ വേണ്ടി ആശിക്കുന്നതിനേക്കാൾ കർത്താവെ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് എത്രയോ നല്ലതാണ്. നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നീയാണല്ലോ ഞങ്ങളുടെ ആശ്രയം. നീ ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ ശൈലവുമാകുന്നു. ഞങ്ങളുടെ സമസ്തവുമായ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ ഞങ്ങൾ വഞ്ചിച്ചു കളയാതെ കർത്താവെ, പൂർണ്ണമായി നിന്നിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം.
നിന്നിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് വേണ്ടി, നിന്നെ ദൃഷ്ടിയർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചു പോകുവാനായിട്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കുവാനായിട്ട്, ദൈവം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് സന്തോഷിക്കുവാനായിട്ട്, ദാരിദ്ര്യത്തിൽ ഇല്ലായ്മയിൽ ആയിരിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യുവാനായി ദൈവഹിതപ്രകാരമുള്ള ഭക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ